കേരളം ഭൂമിശാസ്ത്രം പഠിക്കാനുള്ള സോഴ്സ് എന്താ? സാധാരണ ഞാൻ പറയാം SCERT PYQ എന്നല്ലേ. പക്ഷെ ഇവിടെ ഞാനൊന്ന് മാറ്റി പിടിക്കുക. കാരണം ഈ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ SCERT ടെക്സ്റ്റ് ബുക്കിൽ വസ്തുതകളുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് പഠിച്ചെടുക്കാം. പക്ഷെ അത് മാത്രം പഠിച്ചാൽ പോരാ. അതിനപ്പുറത്തേക്ക് ഒരു റാങ്ക് ഫയൽ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഈ റാങ്ക് ഫയൽ മാത്രം പോരാ, ഒരു ഭൂമിശാസ്ത്രം പഠിക്കുകയാണല്ലോ, തീർച്ചയായിട്ടും മാപ്പ് ഉണ്ടായിരിക്കണം. മാപ്പ് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ മാപ്പുകളും ഓരോ ക്ലാസ്സിനനുസരിച്ച് പുരോഗമിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ലഭിക്കും. ആ മാപ്പ് നോക്കി വെച്ച് തന്നെ പഠിക്കണം. അത് നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കും. മാത്രമല്ല, പഠിച്ച കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. പക്ഷെ അതൊക്കെ പഠിച്ചെടുക്കാൻ എളുപ്പമാണ്. കൃത്യമായിട്ട് റിവൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പം അതിന് മുമ്പായിട്ട് നമുക്കൊരു കോഴ്സ് ഉണ്ട്. 2025 വരുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ, LDC ബീവറേജസ്, അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് തുടങ്ങിയ കമ്പനി കോർപ്പറേഷൻ LGS തുടങ്ങി 10ാം ക്ലാസ് നിലവാരത്തിലുള്ള LDC, LGS, ലബോറട്ടറി അസിസ്റ്റന്റ് തുടങ്ങിയ മുഴുവൻ എക്സാമുകൾക്കും പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്കൊരൊറ്റ കോഴ്സ്. ആ കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ ലഭിക്കും. ഇപ്പൊ വെറും 1200 രൂപയ്ക്ക് നിങ്ങൾക്ക് ആ കോഴ്സ് പർച്ചേസ് ചെയ്യാം. വെറും 1200 രൂപയ്ക്ക് അഫോർഡബിൾ പ്രൈസ്. ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ കോഴ്സ് പേജ് ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക. താല്പര്യമുണ്ടെങ്കിൽ കോഴ്സിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. കേരളത്തിന്റെ വിസ്തൃതി എത്രയാണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. കേരളത്തിന്റെ വിസ്തൃതി 38,863 ചതുരശ്ര കിലോമീറ്ററാണ്. ഓർത്തു വെക്കണം, വെറുതെ പഠിച്ചു പോയാൽ കാര്യമില്ല. അത് ഓർത്തു വെക്കാൻ നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരു ടെക്നിക്ക് ഞാൻ പറയാം. 3 ഇവിടെ വരുന്നത് ഏതാണ്? 3, 8, 8, 6, 3. ആദ്യം തന്നെ നോക്കിയാൽ നിങ്ങൾക്കറിയാം അവിടെ എന്തുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 3കളാണ് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നിൽക്കുന്നത്. കണ്ടോ? അവിടെ തന്നെ നമുക്ക് ഒരു ക്ലൂ കിട്ടി. ആദ്യത്തെ അത്ര ബുദ്ധിമുട്ടില്ലല്ലോ. ആദ്യം ഒരു 3 ഉണ്ട്, പിന്നൊരു 3, പിന്നെ 2 8 ഉണ്ട്. കണ്ടോ? പിന്നെ ഒരു 6 ഉണ്ട്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒന്നും കൂടി നമ്മുടെ മനസ്സിൽ ഉറച്ചു. ഇനി നമ്പർ പെഗ് സിസ്റ്റം ഉണ്ട്. നമ്പർ പെഗ് സിസ്റ്റത്തിൽ നമ്മൾക്ക് 3ന് നമ്മൾ ഹൃദയം, ഹാർട്ടിന്റെ ചിഹ്നമാണ് കൊടുക്കുക. ഹാർട്ടാണ്. ഇപ്പൊ 2 ഭാഗത്ത് ഒരു ഹാർട്ട്. നോക്കിക്കോ, നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. എന്നിട്ട് 8 എന്ന് പറഞ്ഞാൽ നമ്മൾ ചങ്ങലയായിട്ടാണ്. അപ്പോൾ ഒരു 2 ചങ്ങല. ചങ്ങലയാണ് കേട്ടത്. 2 8. പിന്നെ ആനയുടെ തുമ്പിക്കൈയാണ് 6. ഓക്കെ, ആനയുടെ തുമ്പിക്കൈ. ഇനി ഒരു കഥ ഉണ്ടാക്കിക്കോളൂ. കേരളം നമുക്കറിയാം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മതങ്ങൾ, വ്യത്യസ്ത മതങ്ങൾ ഒരു കലാപവും ഇല്ലാതെ, പേരിന് എവിടെയെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ളതല്ലാതെ അപൂർവമായിട്ട് കഴിയുന്ന സംസ്ഥാനമാണ്. അപ്പം നമ്മുടെ ചിഹ്നം തന്നെ ലവ് ആണ്, സൗഹൃദമാണ്. കേരളമാകട്ടെ ഒരു പ്രകൃതി ദുരന്തമോ എന്തെങ്കിലോ വന്നു കഴിഞ്ഞാൽ ഒറ്റക്കെട്ടാണ്, ഒരു ചങ്ങല പോലെയായിട്ട് മാറും. മാത്രമല്ല, മനുഷ്യ ചങ്ങല തൊട്ട് പല ചങ്ങലകളും ഇടതും വലതും മുന്നണികളും കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ചങ്ങലകൾക്ക് ഒരു പഞ്ഞുമില്ല. മാത്രമല്ല, ആന നമ്മുടെ ദേശീയ ചിഹ്നവുമാണ്. ഇനി ആ ഓർഡർ വെച്ചിട്ടൊന്ന് വെച്ച് നോക്ക്. ഒരു ഹൃദയം. കേരളം എന്ന് പറഞ്ഞാൽ ഒരു ഹൃദയമാണ്. ആ ഹൃദയത്തെ നമ്മൾ ചങ്ങലയായി ഒരു ആനയുടെ തുമ്പിക്കൈയിൽ കോർത്തിട്ടിരിക്കുകയാണ്. എന്നിട്ട് ആന എന്താ ചെയ്യുന്നത്? ആന അതിൻ്റെ 2 ചെവികൾ, ആ 2 ചെവികൾ ഹൃദയമാണ്. ആനയുടെ ആ 2 ചെവികൾ എന്താണ്? ഹൃദയമാണ്. ആ ആനയെ ബന്ധിപ്പിച്ചിരിക്കുന്നത് സ്നേഹത്തിന്റെ ചങ്ങലകൾ കൊണ്ടാണ്. ആനയെ ബന്ധിപ്പിച്ചപ്പോൾ കാലിൻ്റെ ഇടയിൽ ആനയുടെ കാലിൻ്റെ ഇടയിൽ 2 ചങ്ങലകൾ, ആനയുടെ 2 സൈഡിലായിട്ട് ഹൃദയം പോലെയുള്ള 2 ചെവികൾ. കണ്ടോ? ഉറപ്പായോ ഈ ചിത്രം? 3, 8, 8. ഈ ആന അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ്, തുമ്പിക്കൈ. ഇങ്ങനത്തെ ഒരു ചിത്രം ഒന്ന് സങ്കല്പിച്ചു നോക്ക്.
ഇതാണ് നമ്മുടെ ആന. ഇതാണ് നമ്മുടെ ആന. 38,863 നമ്മൾ ഇനി മറക്കുവോ? ഇല്ല. ഏതാ? ഹൃദയം പോലെയുള്ള ഒരു ചെവി ഒരു ഭാഗത്ത്, അതിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് സ്നേഹത്തിന്റെ പ്രതീകമായിട്ട്. ഇനിയോ ആനയുടെ 2 കാലുകളും നമ്മുടെ കേരളത്തിൽ നിന്ന് വിട്ടുപോവാതിരിക്കാൻ സ്നേഹത്തിന്റെ ചങ്ങലകൾ കൊണ്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പുറത്തോ ആനയുടെ തുമ്പിക്കൈയുണ്ട്. അത് കഴിഞ്ഞാൽ ആനയുടെ ചെവി വീണ്ടുമുണ്ട്. അങ്ങനത്തെ ഒരു ആനയെ സങ്കല്പിച്ചു നോക്ക്. ഇപ്പൊ 38,863 മനസ്സിൽ സങ്കല്പിക്കണം. മനസ്സിൽ സങ്കല്പിക്കണം. എൻ്റെ മനസ്സിൽ വന്നു ആനയുടെ 2 ചെവി, അപ്പുറത്തും 3 ഹൃദയം പോലത്തെ 2 ചെവി. പിന്നെ ആനയുടെ കാലിന്റെ മുകളിലേക്ക് പോക്കിയപ്പോൾ 8 2 8 ചങ്ങല 2 കാലിനെയും ബന്ധിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ആനയുടെ ഒരു തുമ്പിക്കൈയുണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും ഹൃദയത്തിന്റെ ചിഹ്നം. 38,863. കുറച്ച് നേരെടുക്കും. ഇതുപോലത്തെ സംഭവങ്ങൾ നിങ്ങൾ എടുത്തോളൂ. നമ്മുടെ നമ്പർ പാക്ക് സിസ്റ്റം ഇങ്ങനെയാണ് ഒരു കഥകളാക്കി. എപ്പോഴും നമ്മൾ സ്റ്റോറികൾ ഓർത്തു വയ്ക്കും. എപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ. ഇത് നിങ്ങളെ ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ മരിച്ചാലും മറക്കില്ല. പക്ഷെ മനസ്സ് കാണണം. അങ്ങനത്തെ ഒരു ആനേനെ നിങ്ങൾ മനസ്സിൽ കാണണം. യെസ്, അപ്പൊ നമുക്കത് മനസ്സിലായല്ലോ. 38,863 ആണ് എന്ത്? കേരളത്തിന്റെ എന്തെന്ന് പറയുന്നത്? വിസ്തൃതി എന്ന് പറയുന്നത് 38,863 ആണ്. എന്നാൽ ഔദ്യോഗിക രേഖകൾ പ്രകാരം ഒരു 11 കുറച്ചാൽ മതി. ആ ആനയുടെ 2 കാലാണ്ട് കുറച്ചാൽ മതി. അപ്പൊ 38,852 എന്നും വരും. ഇതാണ് ഔദ്യോഗിക രേഖകൾ പ്രകാരമുള്ള കേരളത്തിന്റെ വിസ്തൃതി. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയ രേഖകൾ പ്രകാരം. ഇത് രണ്ടും ഓർത്തിരിക്കണം. ഈസി അല്ലേ? ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? അങ്ങനെ പറയുമ്പോൾ കേരളം എത്ര ഉണ്ട് നമുക്കൊന്ന് നോക്കണം. നിങ്ങൾ ആദ്യം എത്ര ഉണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളം, അതിൻ്റെ വലിപ്പം എത്രയാണ് എന്നാദ്യം നോക്കിയതിന് ശേഷമേ നമ്മൾ അതിലൊരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ. അപ്പം നമ്മൾ ആ ഭൂപടത്തിലേക്ക് നോക്കുക. ഭൂപടത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം കേരളം ഒരു മൂലക്കലാണ്. അതായത് ഇന്ത്യയെ 100 ഭാഗമാക്കിയാൽ അതിൽ ഒരു ഭാഗമാണ് കേരളം. കഷ്ടി 1%. എന്നാൽ 1% അല്ല, അങ്ങനെ തന്നെ ആലോചിച്ചിരിക്കണം. ഒന്നിൽ കുറച്ച് കൂടുതൽ, ഒന്നിൽ എത്ര കൂടുതൽ, ഒന്നിനേക്കാൾ. കാരണം അത്രയേ ഉള്ളൂ കേരളം എന്ന് പറയുന്നത്. വളരെ കുറവാണ് കേരളത്തിന്റെ സ്ഥലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്നിനേക്കാൾ എത്ര കൂടുതൽ? വളരെ അത്ര അധികമൊന്നും കൂടിയിട്ടില്ല. ഒന്നിനേക്കാൾ വളരെ 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 കുറഞ്ഞ കൂടുതലേ ഉള്ളൂ. എത്രയാ? ഒന്നിനേക്കാൾ ഒരു 1.18, കഷ്ടി 1.2ന്റെ അടുത്ത്. 1.2 എന്ന് പറഞ്ഞാൽ 1.20. എന്നാൽ 1.10 മുകളിൽ എത്രയാ? 1.18. ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്ക്. വെറുതെ 1.18 വെറുതെ 1.18 എന്ന് കാണാപ്പാഠം പഠിക്കുന്നതിന് പകരം ഏകദേശം 1%, എന്നാൽ 2% എത്തിയിട്ടില്ല. ഒന്നിനടുത്താണ്, 1.2 എന്ന് പറഞ്ഞാൽ 1.18. യെസ്, അങ്ങനെ ഒന്ന് ആലോചിച്ചാൽ നമുക്കതിന് ഉത്തരം കിട്ടും. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം എത്രയാ? 560 കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം എന്ന് പറഞ്ഞാൽ എന്താ? കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇപ്പൊ ഈ കേരളം കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക്, അല്ലേ? കേരളം എന്ന് പറഞ്ഞാൽ ഇതാണ്. എപ്പോഴും നമ്മൾ മാപ്പിൽ താഴത്തെ ഭാഗം തെക്കും, താഴേക്കുള്ള ഭാഗം തെക്കും, മുകളിലേക്കുള്ള ഭാഗം വടക്കുമായിരിക്കും കേട്ടോ. ഇതാണ് വടക്ക്. ഇപ്പോൾ അവിടെ വടക്കൻ ജില്ലയാണ് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ഒക്കെ തുടങ്ങിയത് വടക്കൻ ജില്ലയാണ്. മധ്യ കേരളത്തിലാണ് തൃശ്ശൂരും എറണാകുളം ഒക്കെ കിടക്കുന്നത്. പിന്നീട് തെക്കൻ ജില്ലകളുണ്ട്, ആലപ്പുഴ, കോട്ടയം, കൊല്ലം, താഴത്തേക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരമൊക്കെ തെക്കൻ ജില്ലകളാണ്. അപ്പൊ കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്ത് തിരുവനന്തപുരമാണെന്നും ഏറ്റവും വടക്കേ അറ്റത്ത് കാസർഗോഡാണെന്നും മാപ്പ് നോക്കി തന്നെ നിങ്ങൾ ഉറപ്പിക്കണം. ഓക്കെ, അപ്പൊ ആ ദൂരമാണ് ചോദിച്ചിട്ടുള്ളത്. അത് എത്ര കിലോമീറ്റർ ആണെന്നാണ് പറയുന്നത്? ആ കിലോമീറ്റർ പറഞ്ഞിട്ടുള്ളത് 560 കിലോമീറ്റർ എന്നാണ്. 560 കിലോമീറ്റർ കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം. അപ്പൊ കേരളത്തിന്റെ വിസ്തീർണം നമുക്കറിയാം. ആനയുടെ 2 ചെവി, 3, അത് ഹൃദയം പോലെ. ആനയുടെ കാലിൽ ചങ്ങലയിട്ടിട്ടുണ്ട് 8 പോലെ. അത് കഴിഞ്ഞിട്ട് ആനയുടെ തുമ്പിക്കൈയുണ്ട്. 38,863 ഉണ്ട്. ആ 38,863 എന്ന് പറഞ്ഞാൽ ഏകദേശം 38,863 എന്ന് പറഞ്ഞാൽ നമുക്ക് 40,000 എന്നെടുക്കാം.
വിസ്തീർണം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ. യഥാർത്ഥത്തിൽ വിസ്തീർണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ചതുരമാണെങ്കിൽ അതിന്റെ നീളം ഇൻറ്റു വീതിയാണ്. നീളം ഇൻറ്റു വീതിയാണ്. അപ്പൊ ഒരു 600 നീളവും ഒരു 70 വീതിയുമുള്ള 600 നീളം 70 വീതിയുമുള്ള ഒരു ചതുരത്തിന്റെ വിസ്തീർണം എത്രയായിരിക്കും? 600 ഇൻറ്റു 70 അല്ലേ? 6 42 അല്ലേ? 3 0 അല്ലേ ഇപ്പൊ വരിക? 42,000. അപ്പൊ ഏകദേശം മനസ്സിൽ സങ്കല്പിക്കുക, ഒരു 600 നീളവും ഒരു 70 വീതിയുമുള്ള ഒരു ചതുര കഷത്തിലാണ് എന്ത് കിടക്കുന്നത്? കേരളം കിടക്കുന്നത്. കറക്റ്റ് അല്ലട്ടോ, ഓർക്കാൻ വേണ്ടിയിട്ടാണ്. 600 70 ഞാൻ ഇങ്ങനെയാണ് ഓർത്തു വയ്ക്കുന്നത്. ഒരു കാലത്ത് ഒരിക്കലും മറന്നു പോകാറില്ല. 600 തെക്ക് വടക്ക് എന്ന് കിടക്കുന്നത്. ഈ കിഴക്ക് പടിഞ്ഞാറ് കേരളം എന്താണ്? നേരിയ പോലെ കിടക്കുന്നത് അല്ലേ? വളരെ നേർത്തിട്ടാണ് കേരളം തെക്ക് വടക്ക് കിടക്കുന്നത്. കിഴക്ക് പടിഞ്ഞാറ് കിടക്കുന്നത്. നോക്കൂ, കണ്ടോ? ഈ ഇവിടുത്തെ നീളം നല്ല കൂടുതലാണ്, വീതിയാണ് കേരളത്തിന്. വീതിയാണ് ഈ കിഴക്ക് പടിഞ്ഞാറായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ, അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കറിയാം 600ന്റെ അടുത്താണ്. 6 42. ഇവിടെ 38,000 ഉണ്ട്. 6 42. അപ്പൊ 600 കിലോമീറ്റർ ആണ്. 600 താഴെയാണെന്ന് ഓർത്ത് വെക്കുക. 600ഉം മറ്റോടത്ത് ഒരു 0 ഇല്ലൂട്ടെ, 70. 600 താഴെയാണ്. 600 താഴെയാകുമ്പോൾ 600 താഴെ എത്ര? 600നും 500നും ഇടയിലാണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഏകദേശം 550 ആണോ? അല്ല, 560 ആണ്. ഇങ്ങനെ നിങ്ങൾ തന്നെ ആ പ്രോസസ്സിലൂടെ പോയി കടന്നു നോക്ക്. നിങ്ങളുടെ മനസ്സിലേക്ക് അത് വന്നിട്ടുണ്ടായിരിക്കും. ഞാൻ ഈ പറയുന്ന ടെക്നിക്ക് ഒന്നും മോശമല്ലട്ടാ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളാണ് തോന്നും. നിങ്ങൾ ഈ പഠിച്ചത് മറന്നു പോകും, പുതുതായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ. കാരണം കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് പഠിച്ചത് മറ്റൊന്ന് മറന്നു പോകും. അപ്പം നമ്മൾ ബന്ധപ്പെടുത്തി പഠിക്കുക, അസോസിയേറ്റ് ചെയ്യുക നമുക്ക് അറിയുന്ന വിവരങ്ങളുമായിട്ട്. 560 കിലോമീറ്റർ ആണ് കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത്. വിസ്തീർണങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം 21ാമത്തെ സ്ഥാനമാണ്. അപ്പൊ ചില നമ്പറിൽ നമ്മൾ ഓർക്ക്, കേരളത്തിൽ എത്ര ജില്ലയാ? 14. നോക്ക്, 14 എന്ന് പറഞ്ഞാൽ എന്തിന്റെ ഇരട്ടിയാ? 7ന്റെ ഇരട്ടി. ഒരു 7ഉം കൂടി കൂട്ടിയാൽ കേരളത്തിലെ വിസ്തീർണത്തിലെ സ്തംഭവും കിട്ടി. 21ാമത്തെ സ്ഥാനമാണ് കേരളം. വിസ്തീർണത്തിൽ 21ാം സ്ഥാനത്താണ്. 1.18% ഇന്ത്യയുടെ ആകെ വിസ്തൃതിയുടെ കേരളത്തിന്റെ ശതമാനം. 38,863 കേരളത്തിന്റെ വിസ്തൃതി. ഇനി ബസ് പോകുമ്പോൾ, കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ, കുട്ടികളോട് ഈ കഥ പറഞ്ഞു നോക്ക്. ഒരാനുണ്ട് മോനെ, അതിന് 2, ഇപ്പോൾ വീട്ടമ്മമാർക്ക് പറയാം, അതിന്റെ 2 മറ്റേ ചെവിയും ഇങ്ങനെ ഹൃദയത്തിന്റെ പോലെ ആകൃതിയുള്ള 2 വരച്ചു കൊടുക്കുക. അതാണ് ഇത്. നോക്ക്, 2 കാല്. ആ കാലിന്റെ അവിടെ നമ്മൾ ചങ്ങല കൊണ്ട്, സ്നേഹത്തിന്റെ ചങ്ങല കൊണ്ട് കെട്ടിയിട്ടുണ്ട്. അത് 8 നോക്കുമ്പോൾ. ഇനി ആനയ്ക്ക് തുമ്പിക്കൈയില്ലേ, അത് 6 വരും. എന്നിട്ട് അപ്പുറത്തെ ചെവിയില്ലേ. നിങ്ങൾ കുട്ടികളോട് പറഞ്ഞു നോക്കുക, അവർ കേട്ടിരിക്കും. ഒരാളെ പഠിപ്പിക്കുമ്പോഴാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുക. കുട്ടീനെ ഒന്ന് ബോധ്യപ്പെടുത്തി നോക്ക്. എന്നിട്ട് ഈ നമ്പർ കുട്ടിയോടൊന്ന് അസോസിയേറ്റ് ചെയ്യാൻ പറഞ്ഞു നോക്ക്. കുട്ടിയും പഠിച്ചു, നിങ്ങളും പഠിച്ചു. അപ്പൊ കുട്ടിയുമായിട്ട് ഇരിക്കുന്ന സമയവും നിങ്ങൾക്ക് പഠിക്കാം. അങ്ങനത്തെ ടൂള് കണ്ടെത്തലാണ് നമ്മുടെ പ്രധാനം. ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യാണ് യുവാക്കള്, നിങ്ങളിത് മുഴുവൻ ഒരു പേപ്പറിൽ പോക്കറ്റിൽ എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പോണ വഴിക്ക് ഓർത്തെടുക്കാൻ നോക്കുക ഈ കഥ, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയ കഥ. ഇന്നിട്ട് എത്രയാണ് ചതുരശ്ര മീറ്റർ? ഒരു 2 ദിവസത്തെ യാത്രയുണ്ട്, ഒരുപാട് കാര്യം നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ചിലപ്പോൾ ഇറങ്ങാൻ പോണ സ്റ്റോപ്പ് മറന്നു എന്ന് വരും, അത്ര മാത്രമേ ഉള്ളൂ. എന്നാലും സാരില്ല, അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി നമുക്ക് തിരിച്ചു വരുമ്പോൾ ഒന്നും കൂടി ആലോചിക്കാമല്ലോ. ബൈക്ക് പോകുമ്പോഴും നിങ്ങൾക്ക് ചെറിയ ആലോചനയൊക്കെ ആവാം, വല്ലാതെ ആലോചിക്കണ്ട. ഓക്കെ, അപ്പോൾ 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തൃതി. 21ാമത്തെ സ്ഥാനമാണ് കേരളത്തിന് ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിൽ വിസ്തൃതിയിൽ. 1.18% ആകെ വിസ്തൃതിയുടെ, ഇന്ത്യയുടെ ആകെ വിസ്തൃതിയിൽ കേരളത്തിന്റെ വിസ്തൃതി എന്ന് പറയുന്നത്. ജനസംഖ്യയുടെ കാര്യത്തിലോ? ജനസംഖ്യയുടെ കാര്യത്തിൽ 13ാം സ്ഥാനത്താണ്. അപ്പൊ ഇതോർക്കാം, ഈ 14 ജില്ലകളാണെന്ന് എല്ലാവർക്കും ഏകദേശം അറിയാവുന്നതാണ്. ആ 14 ജില്ല എന്നുള്ള നമ്പറിനെ അവിടെ പിടിച്ചു വെച്ചോളൂ. 14 ജില്ലകളാണ്, 21ാമത്തെ സ്ഥാനമാണ്. പക്ഷേ എത്രാമത്തെ സ്ഥാനമാണ്? എവിടെ വരുമ്പോഴാ എത്രാമത്തെ സ്ഥാനം എന്ന് പറഞ്ഞിട്ടുള്ളത്? അത് ഓർത്തിരിക്കണം. എത്രാമത്തെ സ്ഥാനം? 13ാമത്തെ സ്ഥാനം എന്ന് പറഞ്ഞു അല്ലേ?
എന്ത് വരുമ്പോഴാ 13ാമത്തെ സ്ഥാനം വരുന്നത്? മറന്നു പോകേണ്ട, എന്ത് വരുമ്പോഴാ? നമ്മളിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ? സംസ്ഥാനങ്ങൾക്കിടയിൽ ജനസംഖ്യ നോക്കുകയാണ് വെച്ചാൽ 13ാം സ്ഥാനവും വിസ്തീർണം നോക്കുകയാണെങ്കിൽ 21ാം സ്ഥാനവുമാണ്. ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തൃതിയുടെ 1.18 എത്രയാ? 560 കിലോമീറ്റർ. ഇനി അടുത്തത് നോക്ക്, ഓർമ്മിക്കാൻ എത്ര എളുപ്പമാണെന്ന്. കേരളത്തിന്റെ കടൽ തീരത്തിന്റെ ദൈർഘ്യമാണ് ചോദിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ കടൽ തീരം എങ്ങനെയാണ് കിടക്കുന്നത്? വീണ്ടും നമ്മൾക്ക് മാപ്പിലേക്ക് പോയി നോക്കിയാൽ നിങ്ങൾക്കറിയാം, ദാ കേരളത്തിന്റെ കടൽ തീരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വടക്ക് തെക്കായിട്ടാണ് കിടക്കുന്നത് അല്ലേ? കേരളത്തിന്റെ കടൽത്തീരം അത് അറബിക്കടല. ഈ ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദ്യം വരാറുണ്ട്. അറബിക്കടല. ആൻഡമാൻ നിക്കോബാർ ഇപ്പുറത്താ ഈ ഭാഗത്തായിട്ട് കിടക്കുന്നുണ്ട്. അത് ബംഗാൾ ഉൾക്കടല. അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തെ രണ്ടായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിക്കുകയാണ്. പടിഞ്ഞാറ് ഭാഗത്തുള്ളത് അറബിക്കടലായിട്ടും കിഴക്ക് ഭാഗത്തുള്ളത് എന്തായിട്ടും, ആ രണ്ട് ഭാഗത്തായിട്ട് കിടക്കുന്നത് എന്തായിട്ടും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്? ബംഗാൾ ഉൾക്കടലായിട്ടും നമ്മൾ പേരിട്ടിക്കുക. ഇപ്പം ബംഗാൾ ഉൾക്കടലാണ് ആൻഡമാൻ നിക്കോബാർ, പടിഞ്ഞാറാണ് അറബിക്കടലിലാണ് ലക്ഷദ്വീപ്. അത് തീരപ്രദേശങ്ങളുമായും ദ്വീപസമൂഹങ്ങളുമായിട്ടൊക്കെ ഇന്ത്യയുടെ ഭൂപ്രകൃതി പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാം. അപ്പൊ ഇനി ഞാൻ വീണ്ടും വരുന്നു. നേരത്തെ ഒരു ചതുരത്തെ ഞാൻ പറഞ്ഞു. ആ ചതുരത്തിൽ ഞാൻ പറഞ്ഞു കേരളത്തിന്റെ വിസ്തീർണം 38,863 കഷ്ടി നമ്മൾ 40,000 എടുത്താൽ 42,000 ഏകദേശം എന്ന് ഓർത്തെടുത്താൽ 600 × 70 എന്തെന്ന് പറയുന്നത്? കേരളത്തിന്റെ നീളം 600 വീതി 700 ആയിട്ട് എടുക്കാം. കാരണം 600 × 70 42,000. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഈ കടൽ തീരം എന്ന് പറയുന്നത് ഈ 600 താഴെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ 600മായി ബന്ധപ്പെട്ടാണ് നമ്മൾ എന്തോർത്തു വെച്ചത്? 560 കിലോമീറ്റർ ആണ് കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത്. ഇങ്ങനെ തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത്. പക്ഷെ കടൽ തീരം ഒന്നും ഇങ്ങനെ ചെരിഞ്ഞിട്ടല്ലേ കിടക്കുന്നത്? ഈ നേർരേഖേനെക്കാട്ട് നീളം കൂടല്ലോ ഈ ചെരിഞ്ഞ രേഖയ്ക്ക് അല്ലേ? അത് കൂടല്ലോ. അതുകൊണ്ട് 560 കൂടുതലായിരിക്കും. എന്നാൽ വല്ലാതെ കൂടാൻ പറ്റില്ല അല്ലേ? അങ്ങനെ വരുമ്പോൾ 560 560 മുകളിൽ ഉള്ള ഒരു സംഖ്യയായിരിക്കും എന്ന് നമുക്ക് അവിടെ ഓർത്തിരിക്കാൻ പറ്റും. കണ്ടുവോ? അവിടെ നമുക്ക് വീണ്ടും ഓർത്തിരിക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ഏകദേശം അത് 580 ആണ്. 600 അല്ല, 600 മാക്സിമം ആണ്. 42,000 എടുത്തു നമ്മൾ. 38,000 പകരം നമ്മൾ 42,000 എടുത്തു. കാരണം 6ന്റെയും 7ന്റെയും ഗുണിതം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ 600ഉം 70ഉമാണ് ഏകദേശം. അതിൽ 560 തെക്ക് വടക്ക് നീളം, നേരെ കിടക്കുന്ന നീളം. പക്ഷെ അതൊന്ന് ചെരിയുമ്പോൾ 580 മാറി. 600 മാക്സിമം, കാരണം 42,000 എടുത്തിട്ടുണ്ട് 38,000 പകരം. അപ്പൊ അവിടെ നമുക്ക് കിട്ടി എത്രയാണത്? അത് 580 കിലോമീറ്റർ. ഈ 580 കിലോമീറ്ററിന് പകരം 590 കിലോമീറ്റർ എന്ന് ഇറിഗേഷന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ കണക്ക് പ്രകാരം 590 എന്നും പറയാറുണ്ട്. അതും ഒന്ന് ഓർത്തു വെക്കുക. അതും PSC ഉത്തരമായിട്ട് തരാറുണ്ട്. അപ്പൊ തീരദേശ ദൈർഘ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന് 5ാം സ്ഥാനമാണ്. മറ്റോടത്തൊക്കെ നമ്മൾ പിറകിലാണെങ്കിൽ പോലും, അതായത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്ന് വെച്ചാൽ 13ാം സ്ഥാനമാണ്. വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ 14ഉം 7ഉം 14 ജില്ല, 7 എന്താണ് വീണ്ടും ഒന്ന് കൂട്ടി നമ്മൾ 2 7 14 21ാം സ്ഥാനമാണെങ്കിലും ഇങ്ങനെ കമ്പയർ ചെയ്തും പഠിക്കണം. 5ാം സ്ഥാനമാണ് കേരളത്തിന്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? തീരദേശത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോ ഇന്ത്യയിൽ മത്സ്യസമ്പത്ത് എന്ന കാര്യത്തിൽ കേരളം പരിഗണിക്കപ്പെടേണ്ട ഒരു സംസ്ഥാനമാണ്. 5ാം സ്ഥാനത്താണ് കേരളം. എന്തിന്റെ കാര്യത്തിൽ? തീരദേശ ദൈർഘ്യത്തിന്റെ അടിസ്ഥാനത്തിൽ. സമുദ്രനിരപ്പിൽ നിന്നുള്ള നമ്മുടെ ഉയരം എത്രയാ? നമുക്കറിയാം ഇന്ത്യയുടെ ഭൂപ്രകൃതി എടുക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും മുകളിലായിട്ട് ഉത്തര മഹാപർവ്വതം കിടക്കുന്നുണ്ട്. ആ ഉത്തര മഹാപർവ്വതത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിൽ കണ്ടോ? ഇന്ത്യയുടെ ഭൂപടം കണ്ട് മനസ്സിൽ കാണുക. ഏറ്റവും മുകളിലായിട്ട് കിടക്കുന്നത് ഉത്തര മഹാപർവ്വതമാണ്. ഒരു വലിയ മഹാപർവ്വതമാണ്. ഇന്ത്യയുടെ ജമ്മു കാശ്മീരിന്റെ ഭാഗം കാണാറില്ലേ? തല പോലുള്ള ഭാഗം, ആ ഭാഗത്തുള്ളത്. ആ ഉത്തര മഹാപർവ്വതത്തിന് താഴെ അഗാധമായ ഒരു ഗർത്തമായിരുന്നു പഴയ കാലത്ത്, പണ്ട്. ആ അഗാധ ഗർത്തത്തിലേക്ക് ഈ ഉത്തര മഹാപർവ്വതത്തിൽ നിന്ന് ഒഴുകി വന്ന 3 നദികൾ. അതിന്റെ പേരാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര.
ആ നദികൾ ഒഴുകി വന്ന് അവിടെ മെല്ലെ മെല്ലെ മണ്ണൊക്കെ നിറഞ്ഞ് അതൊരു മഹാസമതലമായി മാറി. അപ്പൊ ഉത്തര മഹാപർവ്വതം കഴിഞ്ഞാൽ ഉത്തര മഹാസമതലമാണ്. ഉത്തര മഹാസമതലം കഴിഞ്ഞാൽ ഉപദ്വീപീയ പീഠഭൂമിയാണ്. പിന്നെ ഇങ്ങോട്ട് ഇന്ത്യയുടെ താഴത്തേക്ക് ഹൃദയഭാഗം കഴിഞ്ഞ് ഇന്ത്യയുടെ താഴത്തേക്ക് വന്നാൽ ആ ഹൃദയഭാഗത്തിന്റെ അരികിലൂടെ ആയിട്ട് 2 നദികൾ ഒഴുകി പോകുന്നുണ്ട്. ആ നദികളുടെ പേര് അതൊക്കെ നമുക്ക് ഭൂപടം വെച്ച് പഠിക്കാം. നർമ്മദയും താപ്തിയുമാണ്. ഇന്ത്യയെ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും വേർതിരിക്കാവുന്ന 2 നദികളാണ്. കാരണം ഹൃദയഭാഗത്തെത്തി തെക്ക് ഭാഗമാണ് മുകളിൽ, വടക്ക് ഭാഗത്തേക്ക് എത്തുമ്പോൾ ആ നർമ്മദയും താപ്തിയും. താപ്തിയുടെ താഴെയുള്ള ഭാഗം തെക്ക് ഭാഗം, താപ്തി താഴെ തെക്ക് ഭാഗം ഓർത്തു വയ്ക്കാം. നർമ്മദയും താപ്തിയും ഒഴുകി പോകുന്നത് അറബിക്കടലിലേക്കാണ്. ആ താഴെയുള്ള ഭാഗവും പിന്നെ അവിടെ ഛോട്ടാ നാഗ്പൂർ ഉണ്ട്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കൂടിച്ചേർന്ന് കുറച്ച് മുകൾ ഭാഗവും കൂടി ചേർന്നാൽ അത് പീഠഭൂമിയാണ്. എന്താ പീഠഭൂമി? മനസ്സിലുണ്ടായിരിക്കണം. പൊതുവെ സമതലമായ ഒരു പ്രദേശം, നോക്കൂ, ഇങ്ങനെയുള്ള ഒരു പ്രദേശം ആണത്. പക്ഷെ അത് ഉയർന്നാണ് നിൽക്കുന്നത്. ഇങ്ങനെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ഉയർന്ന ഒരു സമതല പ്രദേശം തന്നെയാണ് പീഠഭൂമി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ത്യയുടെ ഹൃദയഭാഗം കഴിഞ്ഞാൽ തെക്ക് ഭാഗം, ആ തെക്ക് ഭാഗം എങ്ങനെ കിടക്കുന്നത് നിങ്ങൾക്കറിയാം. ഇന്ത്യ എന്ന് പറയുന്നത് ഞാൻ മാപ്പ് വരയ്ക്ക് അത്രയൊന്നും എടുക്കാനല്ലെങ്കിൽ എങ്ങനെയല്ലേ. ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ത്രികോണാകൃതിയിലാണ് കിടക്കുന്നത്. ഈ ത്രികോണാകൃതിയിലുള്ള ഭാഗത്ത് തന്നെയാണ് ഡെക്കാൻ പീഠഭൂമി കിടക്കുന്നത്. അതുകൊണ്ട് ത്രികോണാകൃതിയിലുള്ള പീഠഭൂമി ഏതാന്ന് ചോദിച്ചാൽ ഡെക്കാൻ പീഠഭൂമിയാണ്. ഇത് കാണാപ്പാടം പഠിക്കുന്നത് എന്തിനാടോ? എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുകയാണ്. ആ ഭൂപടം ഒന്ന് എടുത്ത് നോക്കിയാൽ പോരെ. അത് SCERT ടെക്സ്റ്റ് ബുക്ക് ഇന്ത്യൻ ജോഗ്രഫിയിൽ കിടിലൻ സാധനമാണ്. അതും കൂടി വെച്ച് നമ്മുടെ മനസ്സിലേക്ക് പോരില്ലേ. ഹൈ ഫ്രണ്ട്സ്, പഠനം ഭയങ്കര രസകരമായ ഒരു കാര്യമാണ്. നിങ്ങൾ അതിനെ കൊണ്ടുപോയിട്ട് ബുദ്ധിമുട്ടാക്കരുത് എന്നേ പറയുന്നുള്ളൂ. സോ വിൻഡോസിലേക്ക് വരൂ. ഇവിടെ പഠനം ഹാപ്പി ലേണിംഗ് ആണ്. ആ പഠനത്തിന് നമ്മളൊരു രസമുണ്ടാകും. അപ്പൊ ത്രികോണാകൃതിയിലുള്ള പീഠഭൂമി ഏതാണെന്ന് ചോദിച്ചാൽ ഡെക്കാൻ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി എന്നറിയപ്പെടുന്നതും ഡെക്കാൻ പീഠഭൂമിയാണ്. ആ ഡെക്കാൻ പീഠഭൂമിയിൽ കേരളത്തിൽ വരുന്ന ഭാഗമാണ് വയനാട്. ആ ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായി കേരളത്തിൽ വരുന്ന ഒരു പ്രദേശമേ ഉള്ളൂ വയനാട്. ഉയർന്നിട്ട് അല്ലേ വയനാട്, ചുരം കയറിയേണ്ടി പോണ്ടേ. എന്നാൽ അവിടെ പോയാൽ കുന്നും മലകളുണ്ടെങ്കിലും പൊതുവെ നിരപ്പായ ഒരു സ്ഥലമാണ്. ബാക്കി ഭാഗങ്ങളുടെ സ്ഥിതി എന്താ? ബാക്കി ഭാഗങ്ങളുടെ സ്ഥലം നമ്മൾ തീരപ്രദേശത്തിന്റെ ഭാഗമായിട്ടാ. ഇപ്പം കേരളത്തിൽ തീരപ്രദേശം മാത്രമല്ല കേട്ടാ, മലനാട്, ഇടനാട്, തീരപ്രദേശം എന്ന് പറയുന്ന 3 വിഭാഗങ്ങളുണ്ട്. എളുപ്പമാണ്. ഇതാണ് കേരളം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ലേ കേരളം കിടക്കുന്നത്, ഇന്ത്യയുടെ ഒരു മൂലയ്ക്കായിട്ട്. ഒരു കേരളം എന്ന് പറയുന്നത് സംഭവം വലിയ രാജ്യമാണെങ്കിലും നമ്മളൊരു കോണം പോലുള്ള ഒരു സ്ഥലം തന്നെയാണ്. ആ കേരളത്തിലെ നമുക്കറിയാം ഈ ഭാഗത്ത് അറബിക്കടലല്ലേ. ഇതറിയാത്തവരുണ്ടോ? ഇല്ലെങ്കിൽ ആ ഭൂപടം നോക്ക്. ഈ ഭാഗത്ത് അറബിക്കടലുണ്ട്. ഈ അറബിക്കടലിന് സമാന്തരമായിട്ട് ഈ പ്രദേശത്ത് ആര് കിടക്കുന്നുണ്ട്? ഈ അറബിക്കടലിന് സമാന്തരമായി ഏത് പ്രദേശത്ത്? ഇവിടേക്ക് വരുന്നേ ഉള്ളൂ കേട്ടാ. ഞാനതൊരു നിങ്ങൾക്ക് ധാരണകൾ ഉണ്ടാക്കാൻ വേണ്ടി പറയാണ്. അറബിക്കടലിന് സമാന്തരമായി അറബിക്കടൽ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അറബിക്കടലിന് സമാന്തരമായി ഇവിടെ എന്ത് കിടക്കുന്നുണ്ട്? എന്താ കിടക്കുന്നത്? പശ്ചിമഘട്ടവും കിടക്കുന്നുണ്ട്. അറബിക്കടലിന് സമാനമായിട്ട് പശ്ചിമഘട്ടവും കിടക്കുന്നുണ്ട്. അപ്പൊ കിഴക്ക് ഭാഗത്ത് ഇത് പടിഞ്ഞാറാണെങ്കിൽ ഇത് കിഴക്ക് ഭാഗത്ത് പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ടം അതിരിട്ട് കിടക്കുക. ഇതിനിടയിലുള്ള ഒരു ഇത്തിരി പോകുന്ന സ്ഥലമാണ് കേരളം. കടലൊന്ന് വിചാരിച്ചാൽ വിഴുങ്ങിക്കഴിയാൻ പറ്റാവുന്ന ഒരു ചെറിയ ഇടമാണ് കേരളം എന്ന് മനസ്സിലാക്കുക. കേരളം ആ പ്രതിസന്ധി നേരിടാൻ പോകുന്നുണ്ട്. അത് വരും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ PSC എഴുതാതിരിക്കേണ്ട. നമ്മൾ ഇതിനൊക്കെ തരണം ചെയ്യും അല്ലേ? ഓക്കെ, കാരണം കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. കേരളത്തിന്റെ പല പ്രദേശങ്ങളും ഭൂമിക്കടിയിലായി മാറും. അത് വിചാരിച്ച് പേടിക്കണ്ട. കൊറോണയെ പേടിച്ചിട്ടില്ല. എന്നിട്ടാണ് ഇപ്പൊ പ്രളയം വന്നാൽ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതാണ്, നമ്മൾ തന്നെ അത് പരിഹരിക്കിടൂ. ആത്മവിശ്വാസം വേണം. ഓക്കെ, അപ്പോ അവിടെ പിടികിട്ടിയല്ലോ. എന്തു പറഞ്ഞിട്ടാ ഞാനിത് പറയാൻ വന്നത്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു നമ്മുടെ ചോദ്യം? നമ്മുടെ ചോദ്യം എന്തായിരുന്നു? കേരളത്തിന്റെ സ്ഥാനം 5ാം സ്ഥാനമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ ആണ് ഉയരം. മനസ്സിലൊന്ന് കാണുക, 7.5 മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഏകദേശം എത്ര മീറ്ററിനും ഇടയില? ഒരു ശരാശരി മനുഷ്യന് ഒരു 1.6നും, അതായത് 1 മീറ്റർ 60 സെന്റിമീറ്ററിനും
1 മീറ്റർ 70 സെന്റിമീറ്ററിനും ഇടയിലാണ്. മനസ്സിൽ വേണ്ട. അപ്പൊ 7.5 മീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5 ആളുടെ ഉയരം. സമുദ്രനിരപ്പിൽ നിന്ന് ഒരു 5 ആളുടെ ഉയരത്തിലാണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. സേഫ് ആണോ? അല്ല. മുങ്ങിപ്പോവുക. കടലിന്റെ നീളം, കടല് ഒരു 7.5 മീറ്റർ ഉയരത്തിലേക്ക് വന്നാൽ കേരളത്തിന്റെ ആപ്പീസ് കൂടും. മനസ്സിലായോ? ക്ലിയർ ആവുന്നുണ്ടോ? അങ്ങനെ കടലിന് വരാൻ പറ്റുമോ? അങ്ങനെ കടലിന് വരുമെന്നാണ് പറയുന്നത്. മൊത്തം കേരളം മുങ്ങിപ്പോവില്ലെങ്കിലും പല പ്രദേശങ്ങളും മുങ്ങിപ്പോവാൻ ആഗോള താപനത്തിന്റെ കാലത്ത് സാധ്യതയുണ്ട് എന്ന് പറയുന്നു. വലിയ സാധ്യത ഉണ്ട് എന്ന് പറയുന്നു. 7.5 മീറ്റർ കിട്ടിയല്ലോ. ഇങ്ങനെ ആലോചിക്കണം. 7.5 മീറ്ററാണ്. അതൊക്കെ കൂടി പഠിച്ചെടുക്കാന്ന് പറഞ്ഞിട്ട് ആർത്തി വേണ്ട. നമ്മൾ അങ്ങനെ പഠിച്ചു പോയാൽ അത് അവിടെ ഉറച്ചു വെക്കും. 7.5 മീറ്റർ വരെ. ഈ തീരപ്രദേശം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഭൂപ്ര തീരപ്രദേശമുണ്ട്, ഇടനാടുണ്ട്, മലനാടുണ്ട്. അവിടേക്ക് പോവാൻ നമുക്ക്. ആ തീരപ്രദേശം കേരളത്തിന്റെ 10% വരും. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം എത്രയാ നോക്കൂ. കേരളത്തിന്റെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം 5. കേരളത്തിന്റെ തീരദേശ ദൈർഘ്യത്തിൽ കേരളത്തിന്റെ സ്ഥാനം 5. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം 7.5. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? 10%. കണക്ഷൻ കിട്ടിയില്ലേ? 5, 7.5, 10. നോക്ക്, അന്വേഷിക്കൂ, കണ്ടെത്തും. നിങ്ങൾ പോസിറ്റീവായ മൈൻഡോട് കൂടി ഇതിനെ സമീപിച്ചു നോക്ക്. നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. നിങ്ങൾക്ക് അവിടെ ഉത്തരമുണ്ടായിരിക്കും. ലോക ചരിത്രം അതാണ് പറയുന്നത്. നിങ്ങൾക്കറിയാമോ? ഗംഗാ സമതലം. ഈ ഗംഗാ സമതലത്തിലേക്ക് ആര്യന്മാർ ഇറങ്ങി വരുന്നുണ്ട്. അവരാദ്യം ഈ വലിയ പ്രദേശങ്ങളായിരുന്നു, ഉത്തരമഹാസമതലവുമായി ബന്ധപ്പെട്ട വലിയ പ്രദേശങ്ങളിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. അവിടെ ജനസംഖ്യ കൂടിക്കഴിഞ്ഞപ്പോൾ കുറെ ആൾക്കാർ അവിടെ വേണ്ടത്ര വിഭവങ്ങളില്ലാതെയായി. അവർ താഴത്തേക്ക് ഇറങ്ങിയത് എവിടേക്കാ? ഉത്തര മഹാസമതലത്തിന്റെ താഴെ എന്താണോ കിടക്കുന്നത്? ഗംഗ, ബ്രഹ്മപുത്ര, അതുപോലെ തന്നെ ഞാൻ ഓർമ്മയിൽ ഗംഗണ്ട്, ബ്രഹ്മപുത്ര ഉണ്ട്, പിന്നെ ആരാളുള്ളത്? എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഗംഗണ്ട്, നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നുണ്ടോ? മൂന്നാമത്തേത് ഇത് നമുക്ക് പരീക്ഷാ ഹാളിൽ വരും. അതുകൊണ്ടാണ് ആവർത്തിച്ച് പഠിക്കണം എന്ന് പറയും. എനിക്ക് ഓർമ്മ ഉണ്ട് കേട്ടോ, ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. ഓക്കെ, അത് ഗംഗയും ബ്രഹ്മപുത്രയും കഴിഞ്ഞാൽ ഏതാ നദികൾ? മറന്നു പോകരുത് ഒരിക്കലും. ഗംഗണ്ട്, ബ്രഹ്മപുത്രണ്ട്, സിന്ധുണ്ട്. ഈ 3 നദികളും ഒഴുക്കിക്കൊണ്ടുവന്ന എക്കൽ മണ്ണടിഞ്ഞതിന്റെ താഴെ ആ ഗർത്തം സമ്പന്നമായ ഒരു ഭൂവിഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. അവിടെ ചെടികളൊക്കെ ഇങ്ങനെ വളർന്ന് വലിയ മരങ്ങൾ ഉയർന്നു നിൽക്കുക. അപ്പൊ ആര്യന്മാര് താഴത്തേക്ക് വന്നു കഴിഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി ഇവിടെ കൃഷിയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അവർക്ക് ഇരുമ്പറിയില്ല. ഈ ആര്യന്മാർക്ക് ഇരുമ്പറിയില്ല. ഇരുമ്പിനെ കുറിച്ച് ഒരു ധാരണയില്ല. പക്ഷെ അവർക്ക് അവിടെ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി. അവർ അന്വേഷിച്ചു, അവർ കണ്ടെത്തി, ഇരുമ്പ് കൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കി. അവർ ആ മരങ്ങൾ വെട്ടി, കാട് തെളിച്ചു, ഉഴുതു. ഇതിനൊക്കെ ഇരുമ്പ് വേണമല്ലേ? എന്നിട്ട് അവർ അവിടെ എന്തുണ്ടാക്കി? ഫലഭൂയിഷ്ടമായ കൃഷി ഉണ്ടാക്കി. ഇന്ന് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ആ പ്രദേശമാണ് ഉത്തരമഹാസമതലം. നോക്ക്, ആര്യന്മാർ അന്വേഷിച്ചു, അവർക്ക് കിട്ടി. അന്വേഷിച്ചിട്ടില്ലെങ്കിലോ? കിട്ടാൻ പോണില്ല. നിങ്ങൾ അന്വേഷിക്കുന്നതാണ് നിങ്ങൾക്ക് കിട്ടുക. പരാജയമുണ്ടാവും, എന്നിട്ടും അന്വേഷിക്കണം. അങ്ങനെ അന്വേഷിക്കുന്നവർക്കാണ് നിധികൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. അവരെയാണ് ഭാഗ്യവാന്മാരെന്ന് പറയുന്നത്. അന്വേഷണം അല്ലാതെ ലോട്ടറി അടിക്കുന്നവരെയല്ല. അവരെ നിധി പോവും, അവർക്ക് വീണ് കിട്ടുകയാണ്. അന്വേഷിക്കുന്നവർക്കാണ് നിധി കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ഈ സർക്കാർ ജോലിയെ ഒരന്വേഷണമായി കാണുക. അങ്ങനെ കാണുമ്പോൾ 5 ഉണ്ട്, 7.5 ഉണ്ട്, 10 ഉണ്ട്. എന്താ 5ഉം 7.5ഉം 10ഉം തമ്മിലുള്ള സാമ്യം? കേരളത്തിന്റെ സ്ഥാനം 5ാം സ്ഥാനം. തീരദേശ സംസ്ഥാനങ്ങൾ തീരദേശ ദൈർഘ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, അതും തീരവുമായി ബന്ധപ്പെട്ട് 7.5. കേരളത്തിന്റെ ഭൂവിസ്തൃതിയിൽ തീരപ്രദേശം എത്ര ശതമാനം? 10%. ഒരൊറ്റ ബ്ലോക്കായിട്ട് ഓർമ്മയിലാണ്ട് കൊണ്ടുവച്ചു. നമ്മളത് ഫ്രീസറിൽ എടുത്ത് വെച്ചല്ല ഇത്. നമ്മൾക്ക് എപ്പോൾ വലിച്ചാലും തുറക്കാൻ പറ്റാവുന്ന ഒരു ഡ്രോയർ, ഒരു കളത്തിൽ, ഓർമ്മയുടെ കളത്തിലേക്ക് കൊണ്ടുവച്ചു. 5, 7.5, 10. ഇനി ബസ് പോകുമ്പോൾ കുട്ടികളോട് കഥയാക്കി പറഞ്ഞു കൊടുക്കുക. 5ഉം 7.5ഉം 10ഉം ആയിട്ട് ഒരു കഥ ഉണ്ടാക്കിക്കോ. എന്നിട്ടോ കേരളത്തിലെ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണോ ഈ 10 നിന്ന് കുറച്ചാൽ മതി. 9. ഓർമ്മിക്കാൻ പറ്റാവുന്ന ഒരു ബ്ലോക്ക് ആയിട്ടല്ല ഇത് തന്നിട്ടുള്ളത്. ഇങ്ങനത്തെ പാറ്റേൺ കണ്ടെത്തൽ ഓർമ്മയിൽ നിങ്ങൾക്ക് വലിയ സാധ്യത തരും. അപ്പൊ കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകൾ ഏതെല്ലാം? കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകൾ ഏതെല്ലാമാണ്? നിങ്ങൾ വെറുതെ കാണാപ്പാടം പഠിക്കരുത്. നിങ്ങൾ മാപ്പ് എടുത്ത് നോക്കണം. കേരളത്തിലെ കടൽ തീരമുള്ള ജില്ലകൾ, ഓരോ ജില്ലയിലൂടെയും കടന്നു പോകാം. തിരുവനന്തപുരം ശരിയാണല്ലോ.
കടലുണ്ടല്ലോ. അത് കഴിഞ്ഞാൽ അതിന്റെ മറ്റേ അതിർത്തി തമിഴ്നാടാ. കൊല്ലം, തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കൊല്ലമാണ്. കൊല്ലത്തും കടലുണ്ടല്ലോ. കൊല്ലത്ത് നിന്ന് നമ്മൾ നേരെ ആലപ്പുഴയിലേക്ക് കയറി, ആലപ്പുഴയിൽ കടലുണ്ടല്ലോ. ആലപ്പുഴയിൽ നിന്ന് നമ്മൾ എറണാകുളത്തേക്ക് കയറി, അവിടെയും കടലുണ്ടല്ലോ. എറണാകുളത്ത് നിന്ന് തൃശ്ശൂർക്ക് കയറി, തൃശ്ശൂരും കടലുണ്ട്. മലപ്പുറം ജില്ല കടലുണ്ട്. കോഴിക്കോട് കടലുണ്ട്, കണ്ണൂർ കടലുണ്ട്, കാസർഗോഡ് കടലുണ്ട്. അപ്പൊ വടക്കേ അറ്റത്ത് കിടക്കുന്ന കാസർഗോഡും തെക്കേ അറ്റത്ത് കിടക്കുന്ന തിരുവനന്തപുരത്തും കടലുണ്ട്. അതിനിടയിൽ ബാക്കി 7 ജില്ലകളുണ്ട്, അതിനും കടലുണ്ട്. ഇനി ഓർത്തു വെക്കാൻ ഒരു കോഡ് പിടിക്കാം. ഇത് കാ അല്ലേ, ഇതും കായല്ലേ, കായും കായും ചേർന്ന കാക്ക. അത് കഴിഞ്ഞാൽ കോഴി. അപ്പൊ നമുക്ക് 2 എണ്ണം കിട്ടി. കാക്ക. ഇനി നമുക്ക് കോഡ് ഉണ്ടാക്കാം. കോഡ് ഉണ്ടാക്കിയിട്ട് ഒന്ന് ഓർത്തു വെക്കാം. ആദ്യം മാപ്പ് നോക്കി നമ്മൾ പഠിച്ചു, അത് കഴിഞ്ഞ് കോഡ് ഉണ്ടാക്കി പഠിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓർമ്മയിൽ നിന്ന് വിട്ടുപോകും, അതുകൊണ്ട് കോഡുകൾ നിർബന്ധമാണ്. നിങ്ങൾ ബോറടിക്കുന്നുണ്ടോ എന്നൊക്കെ പറയണം കേട്ടോ. എനിക്ക് ബോറടിക്കുന്നില്ല, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ എന്നാ ചോദിക്കുന്നത് ഞാൻ. കാക്ക വന്നു, കോഴി വന്നു. ട്ടാ കാക്ക ആരാ? കണ്ണൂരും കാസർഗോഡും. കാക്ക. പിന്നെ ആര് വന്നു? കോഴി വന്നു. കോഴി. കാക്ക, കോഴി, 2 എണ്ണം കിട്ടി. തീരപ്രദേശമുള്ള ജില്ലകളുടെ കാര്യമാണ് പറയണത്. കാക്കേനെ കിട്ടി, കോഴീനെ കിട്ടി. ഇനി നമുക്ക് എന്തിനെ കിട്ടും നോക്കാം. നമുക്ക് ഇനി വേറെ ആരെങ്കിലും കിട്ടുമോ നോക്കാം. മലപ്പുറം. മല കിട്ടിയില്ലേ? മലപ്പുറത്തൊരു മലല്ലേ? മലപ്പുറത്ത് ഒരു മലല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? മലപ്പുറത്ത് നമുക്ക് കിട്ടി മലപ്പുറം. അതിൽ മല കിട്ടി. പിന്നെ വരുന്നത് തൃശ്ശൂരല്ലേ? തൃശ്ശൂരിൽ ശൂല്യേ അല്ലേ? എന്താ ഷൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഷൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം. നമ്മുടെ പി രാമേന്ദ്രൻ മാഷ് എന്ന് പറഞ്ഞിട്ടൊരു കവി ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ലേ, പൊന്നാനിക്കാരനാ. അദ്ദേഹം പണ്ട് എക്സ്പ്രസ് ഹൈവേ വരുന്ന കാലത്ത്, ഈ റെയിൽവേ നമ്മുടെ സിൽവർ ലൈൻ വരുന്നത് പോലെ തന്നെ എക്സ്പ്രസ് ഹൈവേ വരുന്ന കാലത്ത് വലിയ പ്രക്ഷോഭമൊക്കെ ആയിരുന്നു. അന്ന് ഇടതുപക്ഷ പ്രക്ഷോഭം നടത്തിയിരുന്നത്. ഇപ്പൊ സിൽവർ ലൈൻ വരുമ്പോൾ വലതുപക്ഷമാണ് പ്രക്ഷോഭം വരുത്തുന്നത്. ആരാണോ ഭരണത്തിലിരിക്കുന്നത് അവർക്കെതിരെ പ്രക്ഷോഭം നടത്തുക എന്നുള്ളതിനപ്പുറത്ത് നല്ല കഥയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഈ വലിയ ഉയരത്തിലാണ് ഈ റെയിൽ ഈ സിൽവർ ലൈൻ അന്ന് സങ്കല്പിച്ചിരുന്നത്, കേരളത്തിലെ വലിയ ഉയരത്തിൽ. അപ്പൊ ഞങ്ങളുടെ അവിടെ അതന്നെയാണ് വഴി. പാത്രക്കുന്ന്, അതുപോലെ തന്നെ പല കുന്നുകളും ഉണ്ട്. അപ്പൊ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ താന്നിക്കുന്നും പാത്രക്കുന്നും, അതല്ലട്ട പേര്, കാണാനില്ല. മലകളെല്ലാം എവിടെ പോയി? മലകളെല്ലാം റോഡ് പണിക്ക് പോയി. മലകളെല്ലാം ലോറി കയറിയിട്ടേ ലോഡ് പണിക്ക് പോയി. ഇനി കാലം ചുന്നു പായും. ഈ മലകളുടെ മുകളിലൂടെ കാലം എങ്ങനെ പറയും? ചുന്നു പായും. അപ്പൊ പറയും മിണ്ടരുത്. അദ്ദേഹത്തിന്റെ കവിത അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഞങ്ങളുടെ 2 നാട്ടിൽ 2 കവികളുണ്ട്, സരസമായിട്ട് എഴുതുന്നവരാ. ഓക്കെ, മറ്റൊരാളാണ് കാലടി മോഹനകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ കവിതകൾ പന്തു കായ്ക്കും മരമായി വളരുവാൻ, മണ്ണു മാന്തി കളിക്കുന്ന യന്ത്രമേ ഒരു പന്തു കിട്ടിയാലൊന്നു പറയണേ. പണ്ട് മണ്ണു മാന്തി കളിക്കുന്ന പ്രായത്തിൽ പന്തു കായ്ക്കും മരമായി വളരാൻ കുഴിച്ചിട്ടതാണടോ. ഓക്കെ, നമുക്ക് തിരിച്ചു പോകാം. അപ്പൊ കാലം ശുന്ന് പായും. ആ ഷൂ ആണിത്, തൃശ്ശൂരിന്റെ ഷൂ. തൃശ്ശൂർക്കാരൊക്കെ ഭയങ്കര സ്പീഡിലല്ലേ വർത്താനം പറയാം. ജയരാജ് വാര്യർ പറയുമ്പോൾ തന്നെ എത്ര സ്പീഡാ. എല്ലാ ജില്ലയുടെയും ഭാഷ സംസാരിക്കുന്ന ആളാണല്ലേ ജയരാജ് വാര്യർ. പക്ഷെ അദ്ദേഹം സംസാരിക്കുമ്പോൾ എത്ര സ്പീഡാണ്. അപ്പൊ നമുക്കറിയാം, അവിടെ നമുക്ക് തൃശ്ശൂരിനെ കിട്ടിയിട്ടുണ്ട്, തൃശ്ശൂരിലെ ഷൂവിനെ കിട്ടിയിട്ടുണ്ട്. ഇനി എറണാകുളത്തുണ്ട്. എറണാകുളത്ത് കുളമുണ്ട്. അത് കഴിഞ്ഞ് ആലപ്പുഴയിൽ പുഴയുണ്ട്. തിരുവനന്തപുരത്തും കൊല്ലത്തും എന്താ ഉള്ളത്? അവിടെ നോക്കാം. തിരുവനന്തപുരത്തും കൊല്ലത്തും എന്തുണ്ട്? തിരുവനന്തപുരത്തും കൊല്ലത്തും ഉണ്ട്. ആലപ്പുഴയിൽ പുഴ കിട്ടി, എറണാകുളത്ത് കുളം കിട്ടി അല്ലേ? നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. എറണാകുളത്ത് നമുക്ക് എന്ത് കിട്ടി? കുളം കിട്ടി. ആലപ്പുഴയിൽ എന്ത് കിട്ടി? പുഴ കിട്ടി. ഇനി എന്താ ഉള്ളത്? കുളവും കിട്ടി, പുഴയും കിട്ടി. കുളവും കിട്ടി, പുഴയും കിട്ടി. ഇനി നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് തീ കിട്ടില്ലേ? തിരുവനന്തപുരത്ത് തീ കിട്ടി. അതെവിടെയാ? കൊല്ലന്റെ ആലയിലല്ലേ തീ ഉണ്ടാവാറ്? കൊല്ലന്റെ ആലയിൽ തീ ഉണ്ടാവാറുണ്ട്. ഇനി നമുക്കൊരു കഥ ഉണ്ടാക്കാം. എന്താ കഥ? കാക്ക, കോഴി, മല, ഷൂ, കുളം, പുഴ, തീ, കൊല്ലന്റെ ആല. ഇനി കഥയുണ്ടാക്കുമ്പോൾ നിങ്ങൾ അതിശയോക്തിയുള്ള കഥകൾ ഉണ്ടാക്കണം. അത് മനസ്സിൽ കാണുകയും വേണം. അങ്ങനെയുള്ള കഥകൾ നിങ്ങളുടെ മനസ്സിൽ ഓർത്തു വയ്ക്കും. തീരപ്രദേശമുള്ള ജില്ലയാണ്. അപ്പൊ തീരപ്രദേശത്തിൽ
ഒരു മുക്കുവൻ ഒരു വല നിറച്ച് മത്സ്യം മേടിച്ചു. അതിലൊരു സ്വർണ്ണ മത്സ്യം കിട്ടി. ആ സ്വർണ്ണ മത്സ്യത്തെ കാക്ക കൊത്തിക്കൊണ്ടുപോയി. നിങ്ങൾ മനസ്സിൽ കാണാൻ തിളങ്ങുന്ന ഒരു സ്വർണ്ണ മത്സ്യം. കാക്ക സാധാരണ ചെറിയ വലിപ്പല്ലേ, നിങ്ങളുടെ മനസ്സിൽ കാണും വലിയൊരു കാക്ക, ഒരു കറുകറുത്ത ഭീമാകാരനായ കാക്ക. അതിനെ കൊത്തിക്കൊണ്ടുപോയി. കാക്ക പോയപ്പോ കാക്ക അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കാക്കയുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ആ സ്വർണ്ണ മത്സ്യം താഴത്ത് വീണു. ആ താഴത്ത് വീണ സ്വർണ്ണ മത്സ്യം കോഴി കൊത്തിക്കൊണ്ടുപോയി. ഈ മുക്കുവന് ഓടി വരിക. കോഴി ഇത് കണ്ടു. കോഴി ഓടടാ ഓട്ടം, മല കയറി. എങ്ങനെയാ മല കയറിയത്? ഷൂന്നുള്ള വേഗത്തിൽ, അതിവേഗത്തിൽ. നിങ്ങൾ ആ ശബ്ദം കേൾക്കണം. ആ കോഴി ഇങ്ങനെ പാഞ്ഞു പോയിട്ട് ഒരു ചീറ്റപ്പുലിയുടെ സ്പീഡിൽ ഓടുന്ന കോഴി. കോഴി എത്ര സ്പീഡ് ഓടാറുണ്ടോ? ഇല്ല. കൊക്കുന്നുണ്ട്, എന്ത് ചെയ്യുന്നുണ്ട്? അത് നിങ്ങൾ കേൾക്കണം, നിങ്ങളുടെ മനസ്സിൽ കേൾക്കണം. കേറുന്നുണ്ട്. എന്നിട്ട് കോഴി എന്ത് ചെയ്തു? ഇയാൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സ്വർണ്ണ മത്സ്യത്തെ ഒരു കുളത്തിൽ കൊണ്ടുപോയിട്ടു. എന്തിലാ കൊണ്ടുപോയിട്ടിട്ടത്? കുളത്തിൽ കൊണ്ടിട്ടു. കുളം എവിടേക്കാ പോകുന്നത്? ആ കുളത്തിന്റെ അരികിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. ആ പുഴയിലേക്ക് മത്സ്യം ചാടി. സ്വർണ്ണ മത്സ്യം ആ പുഴയിലുണ്ട് എന്ന് മനസ്സിലാക്കി കാണാൻ പറ്റുന്നില്ല. അപ്പ എന്തു ചെയ്തു ഈ മുക്കുവൻ? കൊല്ലന്റെ ആലയിൽ നിന്നും തീ കൊണ്ടുവന്ന് ആ പുഴ വറ്റിച്ചു. തീ കൊണ്ടുവന്ന് അത് ചൂടാക്കി പുഴ വറ്റിച്ച് ആ സ്വർണ്ണ മത്സ്യത്തെ എടുത്തു. കഥ കഴിഞ്ഞു. നമ്മുടെ കയ്യിലേക്ക് തീരപ്രദേശമുള്ള 9 ജില്ലകളും പോന്നു. ക്ലിയർ ആവുന്നുണ്ടോ? ഇത് ആലോചിക്കാൻ ഒരു പ്രാവശ്യം നിങ്ങൾ ആലോചിക്കണ്ടുള്ളൂ. ഇനി ജമ്മണ്ടെങ്കിൽ മറക്കില്ല. ഞാനിപ്പോൾ ഉണ്ടാക്കിയ കഥ കേട്ടോ. നിങ്ങൾക്ക് പല കഥ ഉണ്ടാക്കാം. ഇങ്ങനെ ഡൈവേർജൻ്റായി തോട്ട് ചെയ്യണം. ഇങ്ങനെ ഭാവന കൊണ്ട് നിങ്ങൾ പഴയ കാലത്തേക്ക് മടങ്ങിപ്പോടൂ. പഴയ കാലത്തേക്കുള്ളൊരു കുട്ടിയായി മടങ്ങിപ്പോ PSC പഠനത്തിൽ. ഇതൊക്കെ കുട്ടികളോട് പറഞ്ഞു നോക്കാം. വീട്ടമ്മമാര്, നിങ്ങൾക്ക് പഠിക്കാൻ ധാരാളം സമയം കിട്ടും കുട്ടികളോടൊപ്പം. സാധ്യതകളെ, നമ്മുടെ പരിമിതികളെ സാധ്യതകളാക്കി മാറ്റുന്ന ടെക്നിക്കാണ് നമുക്ക് വേണ്ടത്. നമുക്ക് പോകാം. അപ്പം ഇതിൻ്റെയൊക്കെ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഇതുമായി ബന്ധപ്പെട്ട വർക്ക്ഷോപ്പുകളൊക്കെ ഞാൻ നടത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഓർമ്മയുമായി ബന്ധപ്പെട്ട് നമുക്കിതിങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് 9 ജില്ലകളാണെന്ന് മനസ്സിലായി. ഏതെല്ലാമാണ് 9 ജില്ലകൾ എന്ന് മനസ്സിലായി. ഇപ്പൊ തീരപ്രദേശമുള്ള ജില്ലകളുടെ ഓർഡറും നമ്മുടെ മനസ്സിൽ ഏകദേശമുണ്ട്. ഈ കഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഇനി ഇതിനോട് നമുക്ക് കണക്ട് ചെയ്ത് പോവാം. അങ്ങനെ വരുമ്പോ ഇനി നോക്കൂ, അടുത്ത ചോദ്യം എന്താണ്? പൂർണ്ണമായും കരയാൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന 5 ജില്ലകൾ അല്ലേ? 9 ജില്ലകൾക്ക് എന്തുള്ളൂ? കടൽ തീരമുള്ളൂ. അപ്പൊ ഇതൊഴികെയുള്ള ജില്ലകൾ ഏതെല്ലാമായിരിക്കും? അത് കരയാൽ ചുറ്റപ്പെട്ടതാണ്. അപ്പൊ ആ 9 എണ്ണം വന്നാൽ, നിങ്ങളത്തെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ 9 എണ്ണത്തെ ഒഴിവാക്കിയാൽ മതി. ആ 9 ജില്ലകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അതുകൊണ്ടാണ് മാപ്പ് വേണമെന്ന് പറയുന്നത്. അവിടെ നമുക്കറിയാം തിരുവനന്തപുരവും കൊല്ലവും അട്ടിട്ട പോലെ ഇങ്ങനെ കിടക്കുക. തിരുവനന്തപുരത്തിന്റെ മുകളില് കൊല്ലംകാർ കയറി കിടക്കുകയാണ് കേട്ടാ. തിരുവനന്തപുരത്തുകാർ ദേഷ്യം പിടിക്കണ്ട. കൊല്ലത്താർ അങ്ങനെ മുകളിൽ കിടക്കുക. ലോവർ ബർത്തിലാണ് തിരുവനന്തപുരത്തുകാര്, കൊല്ലത്താർ അപ്പർ ബർത്തിലാണ്. അത് കഴിഞ്ഞാൽ ആലപ്പുഴയുണ്ട്. ആലപ്പുഴ എങ്ങനെയാ കിടക്കണത്? ആലപ്പുഴ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് കേട്ടോ. തെക്ക് വടക്ക് നീളത്തിൽ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ആലപ്പുഴ. തിരുവനന്തപുരം ലോവർ ബർത്ത്, കൊല്ലം അപ്പർ ബർത്ത്. ആലപ്പുഴ അങ്ങനെയല്ല. ആലപ്പുഴ പുഴയിലെ കാറ്റൊക്കെ കൊണ്ട് തലയ്ക്ക് കയ്യും വെച്ച് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് തെക്ക് വടക്ക്. ആ ആലപ്പുഴയെ കണക്ട് ചെയ്ത് 3 ജില്ലകൾ ഓർക്കുക, എത്തിവെക്കുക. ആലപ്പുഴയുടെ അടുത്തായിട്ടാണ് ആരൊക്കെയുള്ളത്? പത്തനംതിട്ടയുള്ളത്. ആലപ്പുഴയുടെ അടുത്താണ് പത്തനംതിട്ട. പത്തനംതിട്ടയുടെ അവിടെയാണ് കോട്ടയം. കോട്ടയത്തിന്റെ അവിടെയാണ് ഇടുക്കി. ഇടുക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇടുങ്ങിയ സ്ഥലമല്ല കേട്ടാ. ഒരുപാട് വലിയ സ്ഥലം, നമ്മൾ പഠിക്കാൻ പോണേ ഉള്ളൂ. ഇടുക്കി ഇടുങ്ങിയിട്ടല്ല, ആരോ കൊണ്ടേ പേരിട്ടതാ. പക്ഷേ ഇടുക്കിയുണ്ട്, കോട്ടയമുണ്ട്, പത്തനംതിട്ടയുണ്ട്. ആലപ്പുഴയോട് ബന്ധപ്പെടുത്തി പഠിക്കുക. ഈ പത്തനംതിട്ടയുടെയും കോട്ടയത്തിന്റെയും ഇടുക്കിയുടെയും സ്ഥിതി എന്താ? ആ 3 ജില്ലകൾക്കും കടൽ തീരമില്ല എന്ന് പറഞ്ഞാൽ കരയാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ്. ക്ലിയർ ആവുണ്ടോ? ആലപ്പുഴയുടെ അടുത്ത്. ഇനി 2 ആളാരാ? ഇനി അത് കഴിഞ്ഞ എറണാകുളവും തൃശ്ശൂരും കഴിഞ്ഞ പാലക്കാടുണ്ട്. അതിനുമില്ല കടൽ തീരം. പിന്നൊരാളുള്ളത് വയനാട്. ഈസി ആയിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കയറിയില്ലേ? ആ ഭൂപ്പടും കയറിയില്ലേ മക്കളെ?
അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എന്താണ് കിട്ടിയത്? നമുക്കിപ്പൊ കിട്ടിയത് വളരെ സിമ്പിളായിട്ട് കിട്ടിയത് നമുക്ക് എന്താ? കരയാൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന 5 ജില്ലകളുണ്ട്. ഏതാ? വയനാട്, പാലക്കാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, നീണ്ടു നിവർന്ന് കിടക്കുന്ന ആലപ്പുഴയുടെ 3 ഭാഗത്തായിട്ട്, ഇങ്ങനെ 3 ഭാഗത്തല്ല അവിടെ സ്ഥിതി. ഇനി സമുദ്രാതിർത്തിയും മറ്റു സംസ്ഥാനങ്ങളുമായും അതിർത്തിയും ഇല്ലാത്ത ജില്ല, ഇതാണ് ഞാൻ ആ 3 എണ്ണത്തെ ഓർത്തു വെക്കണം എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, കേരളത്തിന്റെ ഭൂപടം എടുത്താൽ നോക്കൂ, 3 ആള് ആലപ്പുഴയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ 3 ഒന്നിച്ച് കിടക്കുന്നത് കോട്ടയവും പത്തനംതിട്ടയും. അതിന്റെ അപ്പുറത്താണ് എന്ത് കിടക്കുന്നത്? ഇടുക്കി. ആലപ്പുഴ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്, അതിനപ്പുറത്തായിട്ട് കോട്ടയം ഇരിക്കുന്നുണ്ട്, അതിന്റെ അപ്പുറത്തായിട്ട് പത്തനംതിട്ട ഇരിക്കുന്നുണ്ട്, പിന്നെ അതിനപ്പുറത്തായിട്ട് ഇടുക്കി ഇരിക്കുന്നുണ്ട്. ഈ ഇടുക്കിക്ക് എന്താ പ്രത്യേകത? ഒരു ഭാഗത്ത് ഒരു ജില്ല, ഇടുക്കിയുടെ ഒരു ഭാഗത്ത് ഒരു സംസ്ഥാനമുണ്ട്, ഏതാ? തമിഴ്നാട്. പത്തനംതിട്ടയുടെ ഒരു ഭാഗത്തും ഒരു സംസ്ഥാനമുണ്ട്, അതും തമിഴ്നാടാണ്. എന്നാൽ കോട്ടയത്തിന് സംസ്ഥാനങ്ങൾ എന്തില്ല? തീരപ്രദേശ അതിർത്തി ഇല്ല, തീരപ്രദേശം അതിർത്തി ഇല്ല, സംസ്ഥാനമായിട്ടും അതിർത്തിയില്ല. 3 ചുറ്റുപാടും 3 ചുറ്റിലും ആരാണ്? കേരളത്തിലെ ജില്ലകളാണ്. അങ്ങനെയല്ലേ കോട്ട വേണ്ടത്? കോട്ടയുടെ ചുറ്റും ആര് വേണം? ഭടന്മാര് വേണം. ഒഴിഞ്ഞ പ്രദേശം പാടില്ല, തീരപ്രദേശം പാടില്ല. തീരപ്രദേശം ഉണ്ടെങ്കിൽ അതിനവിടെ മതിലുണ്ടാക്കിയിട്ട് അവിടെ ഭടന്മാര് വേണം. ഇതുപോലെ കോട്ടയത്തിനെ ചുറ്റി ആലപ്പുഴയും എറണാകുളവും ഇടുക്കിയും പത്തനംതിട്ടയും കാവല് നിൽക്കുക. ആരൊക്കെയാ? എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ. ഇത് കാവല് നിൽക്കുകയാണ്. ഇനി തീരപ്രദേശമുള്ള ജില്ലകള്, സംസ്ഥാന അതിർത്തി ഉള്ളത് ഏതാ? തിരുവനന്തപുരം. അതുപോലെ തന്നെ കൊല്ലൂണ്ട്. പക്ഷെ ആലപ്പുഴക്കില്ല, എറണാകുളത്തിനുണ്ട്. ഓർത്തു വെക്കണം. തൃശ്ശൂർ ഇതാ ഒരു സൈഡ് കൂടെ പോകുമ്പോൾ അങ്ങനെ ഉണ്ട്. അങ്ങനെ ഓർത്തു വെക്കാം നിങ്ങൾക്ക്. ഇനി തിരിച്ചു പോകാം. കോട്ടയത്തിനപ്പോ തീരപ്രദേശത്തിന്റെ അതിർത്തിയോ മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തിയോ ഇല്ലാത്ത ഒരേ ഒരു ജില്ല കോട്ടയമാണ്. കാരണം അത് കോട്ടയാണ്. കോട്ടയുടെ ചുറ്റും ഭടന്മാരാണ് വേണ്ടത്. അതുകൊണ്ട് കോട്ടയത്തിന് ചുറ്റും ഭടന്മാര് കേരളത്തിന്റെ ജില്ലകൾ അണിനിരന്ന് നിൽക്കുകയാണ്. ഓക്കെ, ആ ഭാഗം ക്ലിയർ ആയല്ലോ? ആ ഭാഗം ക്ലിയർ ആയല്ലോ? ഇനി നോക്കൂ, സമുദ്രാതിർത്തിയും മറ്റ് സംസ്ഥാനങ്ങളുമായും അതിർത്തിയില്ലാത്ത ജില്ല കോട്ടയം. കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ തൃശ്ശൂരാ. തൃശ്ശൂരിന്റെ ഒരു അറ്റത്ത് മാത്രമാണ് എന്തുള്ളത്? കടൽ തീരമുള്ളത്, അല്ലേ? ആ ഒരറ്റത്ത് മാത്രം. അതിൽ തൃശ്ശൂർ കോർപ്പറേഷൻ ഏകദേശം ഒരു കടൽ തീരവും ഇല്ല. ബാക്കി കേരളത്തിലെ മറ്റെല്ലാ കോർപ്പറേഷനും എന്തുണ്ട്? കടൽ തീരമുണ്ട്. ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാട്, കണ്ണൂരാണ്. ഡ്രൈവിൻ ബീച്ചും മുഴുപ്പിലങ്ങാടാണ്. അത് നമുക്ക് പിന്നീട് പറയാം. ഇനി കേരളത്തിന്റെ അതിർത്തികളിലേക്ക് പോകാം. കേരളത്തിന്റെ അതിർത്തികളിൽ താഴെ പറയുന്നവയിൽ ശരിയായതേത്? അറബിക്കടൽ, പശ്ചിമഘട്ടം, പൂർവഘട്ടം. അവിടെ നമ്മൾക്ക് കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര. ഇന്ത്യൻ മഹാസമുദ്രം കർണാടക, തമിഴ്നാട്. കർണാടകം, തമിഴ്നാട്, അറബിക്കടൽ. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത്, ഇന്ത്യയുടെ അതിർത്തികൾ എന്ന് കൃത്യമായി നമ്മൾ പറയുമ്പോൾ ഒന്ന് അറബിക്കടലാണ്, മറ്റൊന്ന് കർണാടകമാണ്, മറ്റൊന്ന് തമിഴ്നാടാണ്. അറബിക്കടലും കർണാടകവും തമിഴ്നാടും വരുന്നത് ഇവിടെ മാത്രമാണ്. അതുകൊണ്ട് 4 ശരി. കേരളത്തിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം നമ്മളിപ്പോ നേരത്തെ കണ്ടു. വടക്ക് ഭാഗത്ത് നമ്മൾ ആ മാപ്പ് എടുക്കുക. ആ മാപ്പ് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ കേരളവുമായിട്ട് അതിർത്തി പങ്കിടുന്ന 2 സംസ്ഥാനങ്ങളേ ഉള്ളൂ. ഒന്ന് തമിഴ്നാട്, ഒന്നേതാ? കർണാടകം. അതായത് ഈ തെക്കൻ ഭാഗത്തുള്ള സംസ്ഥാനങ്ങളുമായി, തെക്കൻ ഭാഗത്തല്ല വടക്കൻ ഭാഗത്തും, പക്ഷെ 2 ഭാഗമാക്കി തിരിച്ചാൽ തെക്കൻ ഭാഗത്ത് മലപ്പുറം തൊട്ടുള്ള വയനാട് തൊട്ടുള്ള സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് തമിഴ്നാട്. വടക്കൻ ഭാഗത്ത് തമിഴ്നാട്, തെക്കൻ ഭാഗത്ത് ആരാണ്? കർണാടകം. അപ്പൊ കർണാടകവുമായി ബന്ധപ്പെട്ട ജില്ലകൾ ഓർക്കുമ്പോൾ നിങ്ങൾ ഓർക്കുന്നത് വയനാട് എന്നാണ് തുടങ്ങുക. വയനാട്, കണ്ണൂര്, കാസർഗോഡ്. ഇതാണ് ആരുമായി അതിർത്തി പങ്കിടുന്നത്? ആരുമായി അതിർത്തി പങ്കിടുന്നത്? കർണാടകവുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. കാസർഗോഡിന്റെ ആ ഭാഗത്തുനിന്ന് കാസർഗോഡ് വരും, കണ്ണൂർ വരും, വയനാട് വരും. ബാക്കി സംസ്ഥാനങ്ങൾ, ബാക്കി മുഴുവൻ സംസ്ഥാനങ്ങളും ഇല്ല. ബാക്കി ഇനി മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ടെങ്കിൽ കാസർഗോഡും കണ്ണൂരും വയനാടും കഴിഞ്ഞാൽ പിന്നെ അത് മറ്റ് സംസ്ഥാനങ്ങളെ വരുള്ളൂ. ഈ വയനാടിന്റെ പ്രത്യേകത, അത് കർണാടകവുമായും തമിഴ്നാടുമായും അതിർത്തി പങ്കിടുന്നു.
കർണാടകവുമായും വയനാടുമായും അതിർത്തി പങ്കിടുന്ന ഒരൊറ്റ സംസ്ഥാനം വയനാടേ ഉള്ളൂ. ഇപ്പൊ വയനാടിനെ പിടിച്ചാൽ മതി. വയനാടിനെ അങ്ങോട്ട് താഴത്തേക്ക് ആരുമായിട്ട്? തമിഴ്നാടുമായിട്ട്. വയനാടിന്റെ അങ്ങോട്ട് മുകളിലേക്ക് ആരുമായിട്ട്? കർണാടകയുമായിട്ട്. വയനാടിന്റെ മുകളിൽ ഏതൊക്കെയാ സംസ്ഥാനം ഉള്ളത്? കണ്ണൂരും കോഴിക്കോടും കാസർഗോഡും. ഓക്കെ, നമുക്കത് ഉറപ്പായല്ലോ. അവിടെ ഉറപ്പായല്ലോ നിങ്ങൾക്ക് കാര്യം. ഇനി നോക്കൂ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പോ കേരളത്തിന്റെ അതിർത്തികൾ എന്ന് പറഞ്ഞാൽ ഏതാ? കേരളത്തിന്റെ അതിർത്തികൾ വടക്കാര, വടക്ക് കർണാടക അല്ലേ? കേരളം എങ്ങനെ കടക്കുമ്പോ കേരളം കടക്കാണ്. എങ്ങനെ കിടക്കണത്? കേരളം എങ്ങനെ കടക്കുമ്പോ കേരളത്തിന്റെ വടക്ക്, ഇത് വടക്ക് അല്ലേ? ഇത് വടക്ക് ഭാഗം. ആ വടക്ക് ഭാഗത്താരാണ്? കർണാടകം. പടിഞ്ഞാറ് ഭാഗത്താരാണ്? അറബിക്കടൽ. നീണ്ടു നിവർന്ന് കിടക്കാണ് പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടൽ. രണ്ടും അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കാണ്. അപ്പൊ വടക്ക് ഭാഗത്ത് കർണാടകമാണ്. തെക്ക് ഭാഗത്ത് ആരുണ്ട്? തമിഴ്നാടുണ്ട്. തെക്ക് ഭാഗത്താരാ? തമിഴ്നാട്. താഴത്തേക്ക് തമിഴ്നാടുണ്ട്. അത് ഓർത്തു വെക്കുക. അത് കൂടാതെ നമ്മൾ ഒന്നുകൂടി ഓർത്തു വെക്കണം. ഇപ്പൊ വടക്ക് കർണാടക, തെക്ക് തമിഴ്നാട്, പടിഞ്ഞാറ് മാഹിയുണ്ട്. പടിഞ്ഞാറ് ഭാഗത്താണ്, കേരളത്തിന്റെ ഉള്ളിലാ. അറബിക്കടലുണ്ട്, കിഴക്കാരുണ്ട്, പശ്ചിമഘട്ടം. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തിന് സമാന്തരമായി? അറബിക്കടലിന് സമാന്തരമായി ആര് കിടക്കുന്നു? കേരളത്തിന്റെ മറ്റൊരതിർത്തിയിൽ പശ്ചിമഘട്ടം കിടക്കുന്നു. ഇപ്പൊ പടിഞ്ഞാറ് അറബിക്കടലും അറബിക്കടലിന് സമാന്തരമായി ആരും കിടക്കുന്നു? പടിഞ്ഞാറ് അറബിക്കടൽ ഇങ്ങനെ കിടക്കുന്നു. ആ അറബിക്കടലിന് സമാന്തരമായി ഇവിടെ ആരും കിടക്കുന്നു? പശ്ചിമഘട്ടവും കിടക്കുന്നു. ഇങ്ങനെയാണ് കേരളത്തിന്റെ ഭൂപ്രകൃതി. ഒരു ഭാഗത്ത് കടല്, ഒരു ഭാഗത്ത് കുന്ന്, അതിനിടയിൽ ഒരു ഇടുങ്ങിയ സ്ഥലം. എപ്പ വേണമെങ്കിലും കടൽ വന്ന് മൂടാം. 7.5 മീറ്റർ ഉയരമുള്ള ശരാശരി സമുദ്രനിരപ്പിൽ നിന്ന്. പക്ഷെ 10% തീരപ്രദേശമുണ്ട്. അതുകൊണ്ട് തന്നെ 5ാം സ്ഥാനത്താണ് കേരളം തീരപ്രദേശങ്ങളുടെ സ്ഥാനത്ത്. അവിടെ മത്സ്യസമ്പത്തുണ്ട്, ഗുണമുണ്ട്, ദോഷമുണ്ട് ഏത് കാര്യത്തിൽ. ഓക്കെ, യെസ്. അപ്പൊ നമുക്കിനി അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്ത പോയിന്റ് എന്താ? കിഴക്ക് പശ്ചിമഘട്ടം അതിർത്തികളും പഠിച്ചു. ഇനി പ്രത്യേകത എന്താ? കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ. കണ്ണും ചിബി പൂട്ടി പറയാൻ പറ്റുന്നില്ല ഇപ്പൊ കർണാടകവും തമിഴ്നാടും. കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം. വീണ്ടും പോയി നോക്കി നമ്മുടെ മാപ്പിലേക്ക് നോക്ക്. തമിഴ്നാട് എത്ര ദൂരെ കിടക്കുന്നത്, എത്ര പ്രദേശത്തായിട്ടാണ് കിടക്കുന്നത്? ഇങ്ങനെ കിടക്കല്ലേ. കർണാടകം കുറച്ച് പ്രദേശത്തല്ലേ കിടക്കുന്നുള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം. കാണാപ്പാടം പഠിക്കരുത്, മാപ്പ് മനസ്സിലുണ്ടായാൽ മതി. തമിഴ്നാട്. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് പശ്ചിമഘട്ടം, പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടൽ. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ് അറബിക്കടൽ. ഇന്ത്യൻ മഹാസമുദ്രം, ഇന്ത്യ എങ്ങനെ കിടക്കുകയാണെന്ന് വെച്ചാൽ ഈ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? അറബിക്കടൽ എന്ന് പറയുന്നത്. ഈ ഭാഗമാണ് ബംഗാൾ ഉൾക്കടൽ എന്ന് പറയുന്നത്. ഇത് രണ്ടും ഇന്ത്യൻ മഹാസമുദ്രം തന്നെയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തെ ഇന്ത്യയുടെ ചുറ്റും 3 ഭാഗത്തായിട്ട് ഇങ്ങനെ പരന്നു കിടക്കല്ലേ. ആ ഇന്ത്യൻ മഹാസമുദ്രത്തെ 2 ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. ഇത് അറബിക്കടൽ, ഇത് ബംഗാൾ ഉൾക്കടൽ. അറബിക്കടലിലാണ് ലക്ഷദ്വീപ്, ബംഗാൾ ഉൾക്കടലിലാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഓർത്തിരിക്കുക. ഇനി തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം മാഹി. പുതുച്ചേരിയുടെ തലസ്ഥാനമാണ്, പോണ്ടിച്ചേരിയുടെ തലസ്ഥാനം. തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക ജില്ല വയനാട് നമ്മൾ കണ്ടു. തമിഴ്നാട്, കർണാടക എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമമാണ് മുത്തങ്ങ. കേരളത്തിലെ മുത്തങ്ങ ഗ്രാമം വയനാടിലാണ്. മുത്തങ്ങ ആന ഒക്കെ ഉള്ള സ്ഥലമാണ്. നമുക്ക് അവിടേക്ക് പോവാം. എങ്ങനെ? ക്ലാസ്സിലൂടെ പോവാം. പഠിച്ചിരിക്കേണ്ട ഒരുപാട് കാര്യമുണ്ട്. ആ മുത്തങ്ങ വയനാടിലാണ്. ആ മുത്തങ്ങ എന്ന് പറയുന്നത് കേരളത്തിൽ തമിഴ്നാടും വയനാടുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമമാണ്. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത ജില്ലകൾ ഏതൊക്കെയാ? ആലോചിച്ച് നോക്ക്. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത ജില്ലകൾ. ആ പങ്കിടാത്ത ജില്ലയിൽ നമുക്കറിയാം കോട്ടയം ഉണ്ടാവില്ല. കാരണം കോട്ടയത്തിന് സംസ്ഥാന അതിർത്തികൾ ഇല്ല, അല്ലേ? അപ്പോ അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ ഒന്നേതാ? കോട്ടയം. മറ്റൊന്നേതാ? ആലപ്പുഴ. മാപ്പ് നോക്ക്, ഞാൻ തരാം. കോഴിക്കോട്. കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരള ജില്ലകൾ കാസർഗോഡ്, കണ്ണൂർ, വയനാട്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി. മാപ്പ് നോക്കി പഠിക്ക്, കോഡ് ഉണ്ടാക്കുന്നത് പോലെ. ഓക്കെ. പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. കേരളത്തിലെ ഒരു ജില്ല മാത്രമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ തിരുവനന്തപുരത്തും കാസർഗോഡുമാണ്. തിരുവനന്തപുരമാണ് ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള ജില്ല. ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ല കാസർഗോഡാണ്. ഞാൻ പറഞ്ഞിട്ട് തിരുവനന്തപുരത്തിന്റെ അപ്പുറപ്പുറത്തിലാണ് ആര് കിടക്കുന്നത്? കൊല്ലം. ഒരാളായിട്ട് കണക്ഷൻ ഉണ്ടാക്കാൻ സമ്മതിക്കുന്നില്ല കൊല്ലം. ഇസ്രായേലി. തിരുവനന്തപുരത്തിന്റെ
ആരാണ്? തിരുവനന്തപുരത്തിന്റെ ലൈനാണ് കൊല്ലം. കൊല്ലത്തിനറിയാം തിരുവനന്തപുരം വകുപ്പ് കിട്ടിയ പാളി നോക്കും. അതുകൊണ്ട് തിരുവനന്തപുരത്തിനെ കണ്ണടച്ച് ഒരു കമ്പിളി പുതപ്പിട്ട് മൂടി അപ്പർ ബർത്തിൽ കിടക്കുകയാണ് ആര്? കൊല്ലം. നോക്കാൻ വേണ്ടിയിട്ട് തന്നെ. അതുകൊണ്ട് തിരുവനന്തപുരത്തിന് മറ്റൊരു ജില്ലയുമായിട്ടും കണക്ഷൻ ഇല്ല. അപ്പൊ തിരുവനന്തപുരം ഒരു ജില്ലയുമായിട്ട്. കാസർഗോഡിന്റെ സ്ഥിതി ഏതാ? ആ മോളിക്ക് പോയൊക്കെ ഉണ്ട്, മാപ്പ് പോയൊക്കെ ഉണ്ട്. കാസർഗോഡിന്റെ നേരെ താത്ത് കണ്ണൂരാ. ഒരാളായിട്ട് ബന്ധമുണ്ടാക്കാൻ കണ്ണൂർക്കാർ കാസർഗോഡുകാരെ സമ്മതിക്കുന്നില്ല. അങ്ങനെ കിടക്കുകയാണ്. അപ്പൊ കാസർഗോഡുമായിട്ട് അതിർത്തിയുള്ള ജില്ല കണ്ണൂർ മാത്രമാണ്. തിരുവനന്തപുരവുമായിട്ട് അതിർത്തിയുള്ള കേരളത്തിലെ ഏക ജില്ല ഏതുമാനാണ്? കാസർഗോഡ്. പിന്നെ നമുക്കറിയാം കാസർഗോഡിന് കർണാടകക്കാരുമായിട്ട് ബന്ധമുണ്ട്. പക്ഷെ അവർക്കറിയാം സംസാരിക്കാൻ പറ്റില്ല, ഫോണിൽ കുറുകാൻ പറ്റില്ല. അപ്പോഴാണ് ഇതൊക്കെ ഈ ബന്ധങ്ങൾ കൂടുക. അതുകൊണ്ട് എത്ര വേണമെങ്കിലും കർണാടകക്കാരോട് സാമീപ്യം ഉണ്ടായിക്കോട്ടെ, തിരുവനന്തപുരത്തുകാർക്കും ഈ തമിഴ്നാട്ടുകാരോടെ സംസാരിക്കാൻ പറ്റുള്ളൂ. അത് ആർക്കറിയാം? കൊല്ലത്തിനറിയാം. അവിടെ തമിഴാണ് ഭാഷ. അതും അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ കേരളത്തിൽ ഒരു ജില്ല മാത്രമായി ബന്ധമുള്ള കേരളത്തിൽ അതിർത്തി പങ്കിടുന്ന ജില്ലകളാണ് തിരുവനന്തപുരം, കാസർഗോഡ്. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ചാണ് ആലപ്പുഴ. ഇതൊക്കെ നമുക്ക് വിശദമായി കറണ്ട് അഫയേഴ്സ് പഠിക്കാം. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ്. ഓക്കെ, താങ്ക് യു ആൾ. വീഡിയോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം, അടുത്ത ജോഗ്രഫി ക്ലാസ്സിൽ കാണാം. അപ്പോൾ നന്നായി പഠിക്കുക. ഞാൻ എല്ലാ ക്ലാസ്സുകളും എടുത്തുവരെന്ന് പറയുന്നില്ല, പക്ഷേ 20-ാം തീയതി നമുക്കൊരു യൂട്യൂബ് ലൈവ് ക്ലാസ്സിൽ ഇതുവരെ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളിലൂടെയും പെട്ടെന്ന് ടപ്പേച്ച് കടന്നു പോകാം. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും പറയാം. അപ്പോൾ റാങ്ക് ഫയലൊക്കെ എടുത്ത് പഠിക്കുക, അതല്ലെങ്കിൽ മറ്റ് യൂട്യൂബ് ക്ലാസ്സുകൾ എടുത്ത് പഠിക്കുക. ഒരുപാട് നല്ല യൂട്യൂബേഴ്സ് എന്തുണ്ട് ക്ലാസ്സുകൾ നമുക്ക് കിടക്കുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് ഓർഗനൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സിൽ വന്ന് ജോയിൻ ചെയ്യാം. കൃത്യമായും നിങ്ങൾക്ക് നല്ല ഹെൽപ്പോട് കൂടിയിട്ടുള്ള സംവിധാനങ്ങളുണ്ടായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞു എല്ലാ കോഴ്സുകൾക്കും കൂടി 1200 രൂപ മാത്രമേ ഉള്ളൂ. ഇനി എൻ്റെ സ്പെഷ്യൽ എക്സ്ക്ലൂസീവ് ബാച്ച് ഉണ്ട്. 100 പേർക്ക് മാത്രമുള്ള സ്പെഷ്യൽ എക്സ്ക്ലൂസീവ് ബാച്ച് ഉണ്ട്. 5500 രൂപയാണ് ഒരു വർഷത്തേക്ക്. നിങ്ങളുടെ പിന്നാലുണ്ടായിരിക്കും പഠനത്തിന് വേണ്ടിയിട്ട്. വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് രസിച്ച് പഠിക്കാം. എൻ്റെ എക്സ്ക്ലൂസീവ് ബാച്ചിലേക്കും വരാം. ഇതൊക്കെ നമ്മുടെ വരുമാന മാർഗത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു. ഇത് വിചാരിച്ചിട്ട് നിങ്ങളോടുള്ള മറ്റേതൊരു ബാച്ച് ഫ്രീ ആയിട്ട് നടക്കുന്ന കോഴ്സിലോ പെയ്ഡ് ആയിട്ടുള്ള കോഴ്സിലും ഒന്നും ഒരു വലിയ വ്യത്യാസം ഞാൻ കാണിക്കാറില്ല. പക്ഷെ എൻ്റെ കൂടുതൽ എഫർട്ട് മറ്റവർക്ക് ഉണ്ടായിരിക്കും. എൻ്റെ ഒരാഗ്രഹം ഈ പഠിപ്പിക്കലാണ്, അതിലുള്ളൊരു പാഷനാണ്. തീർച്ചയായും ഇപ്പോൾ വിൻഡോ യുവിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അതുപോലെ കോഴ്സിലേക്കൊക്കെ എവർക്കും സ്വാഗതം. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.